നമസ്കാരം കൂട്ടുകാരെ, വെഡ്ഡിംഗ് എഗ്രിമെന്റ് സീസൺ 2 കഥ പറയുന്ന 2ാം എപ്പിസോഡാണിത്. മുൻഭാഗം കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡിന് അവസാനം നമ്മൾ കണ്ടത് ബിയാനും താരിയും ദേഷ്യത്തിൽ വഴക്കടിക്കുന്നതും വഴക്കിനൊടുവിൽ ഒരു ഘട്ടത്തിൽ ബിയാൻ ദേഷ്യത്തോടെ താരിയോട് തൊലാക്ക് ചൊല്ലുന്നതിനെപ്പറ്റി അറിയിക്കുന്നതുമായിരുന്നു. അത് കണ്ടുകൊണ്ടായിരുന്നു താരിയുടെ വല്യച്ഛനും വല്യമ്മയും കടന്നുവരുന്നത്. ആ സംഭവത്തിന് ശേഷം രണ്ട് ഫാമിലിയും ഒന്നിച്ച് ബിയാനും താരിയും തമ്മിലുള്ള പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ്. മീറ്റിംഗിൽ താരിയുടെ വല്യച്ഛൻ സംസാരിച്ചു. എന്തൊക്കെയാണെങ്കിലും എത്ര വലിയ ദേഷ്യത്തിലാണെങ്കിലും തൊലാക്ക് എന്ന വാർത്ത ബിയാനിൽ നിന്ന് വരാൻ പാടില്ലായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഉടൻ ബിയാന്റെ ഉമ്മ പറഞ്ഞു, അവൻ ജോലിയുടെ കാര്യത്തിൽ ഒരുപാട് ടെൻസ്ഡ് ആയിരിക്കും, അതുകൊണ്ട് അറിയാതെ പറഞ്ഞു പോയതുമായിരിക്കും. എത്ര ദേഷ്യത്തിലാണെങ്കിലും എത്ര വലിയ കോപത്തിലാണെങ്കിലും തൊലാക്ക് എന്ന വാർത്ത ഉപയോഗിക്കാനേ പാടില്ലാത്തതാണ്. അവനിപ്പോ ഒരു തവണ തൊലാക്ക് ചൊല്ലി മതത്തിന്റെ വിധിവിലക്കുകൾ അവനിപ്പോൾ ലംഘിച്ചിരിക്കുകയാണ്. ഇനിയും ഇവരൊന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. താരിയുടെ വല്യച്ഛൻ അത് പറഞ്ഞതും ബിയാന്റെ അച്ഛൻ പറഞ്ഞു, ഇതൊരു ചെറിയ വഴക്കുകൂടൽ മാത്രമല്ലേ, ഇതെത്ര വലുതാക്കേണ്ട കാര്യമുണ്ടോ? ഏയ്, ഇതങ്ങനൊന്നുമല്ല. ഇത് ആദ്യത്തെ തവണയല്ല ബിയാൻ ഇങ്ങനെ തൊലാക്ക് ചൊല്ലുന്നത്. ഇതിനു മുമ്പും ഒരു തവണ ഇവർ വഴക്കിട്ട് തൊലാക്ക് വരെ എത്തിയിരുന്നു. അന്ന് വഴക്കിട്ട് ഇരുവരും എത്തിയത് എന്റെ അടുത്തേക്കാണ്. അന്നിവരെ പറഞ്ഞ് മനസ്സിലാക്കി സംസാരിച്ച് ഒത്തുചേർത്ത് വിട്ടത് ഞാനായിരുന്നു. ബിയാൻ അന്ന് വർക്ക് പ്രഷർ കാരണമാണ് താൻ അവളോട് അത്തരത്തിൽ സംസാരിച്ചു പോയതെന്ന് പറഞ്ഞ് ക്ഷമയൊക്കെ പറഞ്ഞിരുന്നതുമാണ്. രണ്ടാമത്തെ തവണയും ഇതുപോലെ തന്നെ വഴക്കുകൂടി ഇരുവരും എന്റെ അടുക്കൽ വന്നു. അന്നും താരി സംസാരിച്ചപ്പോ വഴക്കിനിടയിൽ ബിയാൻ തൊലാക്ക് ചൊല്ലിയ കാര്യം എന്നോട് പറഞ്ഞിരുന്നു. കാരണമായി ബിയാൻ പറഞ്ഞത് അന്നും ഓഫീസ് പ്രഷർ എന്നാണ്. ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത് മൂന്നാമത്തെ തൊലാക്ക് ചൊല്ലലാണ്. മതത്തിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചാൽ 3 തൊലാക്ക് ചൊല്ലിയാൽ അവർ പിന്നീട് ഒന്നിച്ചു ജീവിക്കാൻ അർഹരല്ല എന്ന് തന്നെയാണ് അർത്ഥം. ഇവരിങ്ങനെ തുടർച്ചയായി വഴക്കിട്ടുകൊണ്ടും ഇത്തരത്തിൽ തൊലാക്ക് ചൊല്ലിക്കൊണ്ടുമിരിക്കുന്നതൊന്നും അത്ര നല്ലതായി എനിക്ക് തോന്നുന്നില്ല. ഇരുവരും പിരിയുന്നതാണ് നല്ലതെങ്കിൽ അത്തരത്തിൽ പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. താരിയുടെ വല്യച്ഛൻ തീർത്തു പറഞ്ഞു. അതംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നായിരുന്നു ബിയാന്റെ ഉമ്മയുടെ മറുപടി. ബിയാന്റെ വാപ്പ ഉടൻ പറഞ്ഞു, ഈ കാര്യത്തിൽ തീരുമാനം പറയേണ്ടത് താരിയാണ്. താരിയോട് അദ്ദേഹം അഭിപ്രായം ചോദിച്ചു. താരി പറഞ്ഞു, എന്റെ വല്യച്ഛൻ എന്തു പറയുന്നോ അദ്ദേഹം പറയുന്ന പോലെയായിരിക്കും ഞാൻ അനുസരിക്കുക. ഉമ്മയുടെയും വാപ്പയുടെയും കാലം കഴിഞ്ഞ് എന്നെ വളർത്തിയത് അദ്ദേഹമാണ്. എന്തുതന്നെയാണെങ്കിലും എന്റെ ഭാവി അള്ളാഹു തീരുമാനിക്കട്ടെ. എല്ലാം ഞാൻ ദൈവത്തിൽ സമർപ്പിക്കുകയാണ്. താരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. താരിയുടെ വല്യച്ഛൻ പറഞ്ഞു, താരി പറയുന്നതാണ് ശരി. മതത്തിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. റിലീജിയസ് കോർട്ടിൽ എന്ത് വിധി വരുന്നോ അതുപോലെ മുമ്പോട്ട് പോകുന്നതാകും ഉചിതം. ആ സംഭവത്തിന് ശേഷം അടുത്ത ദിവസം താരിയെ കാണുവാൻ ബിയാൻ വീട്ടിലേക്ക് ചെന്നിരുന്നു. ഡാർമിയായിരുന്നു ബിയാനായി ഗേറ്റ് തുറന്നത്. നിങ്ങളിങ്ങനെ വഴക്കുകൂടി രണ്ടിടത്താകുന്നത് ഏറെ വേദനയുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് ഡാർമി ബിയാനോട് പറയുന്നുണ്ട്. പിന്നാലെ ഡാർമി പോയി താരിയെ കൂട്ടിക്കൊണ്ടുവന്നു. താരി ബിയാന്റെ ലഗേജുമായി പുറത്തേക്ക് വന്നു. ലഗേജ് ബിയാന് കൊടുത്തു. ശേഷം തിരിഞ്ഞു പോവാൻ നോക്കിയപ്പോ ബിയാൻ താരിക്കടുത്ത് കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചെയ്തു പോയത് വലിയ തെറ്റുകളാണ്, എന്നോട് ക്ഷമിക്കണം. ബിയാൻ പറഞ്ഞു, എല്ലാവരുടെയും ജീവിതങ്ങളിൽ തെറ്റുപറ്റും. തെറ്റുകളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതുമാണ്. പക്ഷെ ഓരോ തെറ്റുകളിൽ നിന്നും പഠിക്കണം. ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ കൂടുതൽ ഗൗനം ചെലുത്തി സംസാരിക്കണം. വാക്കുകൾ ഒരുപാട് മുറിവേൽപ്പിക്കുന്നതാണ്. നമ്മുടെ രണ്ടുപേർക്കും ഇടയിലുള്ള മതപ്രകാരമായ കാര്യങ്ങൾ പൂർണ്ണമായും നമ്മൾ അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന എന്താണെങ്കിലും അത് നമുക്ക് ദൈവത്തിങ്കൽ വിടാം. ഇനി അങ്ങോട്ടേക്കുള്ള ജീവിതത്തിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും കൂടുതൽ ഗൗനം ചെലുത്തണം എന്ന് പറഞ്ഞ് താരി തിരികെ പോയി. അവിടെ ആ നിമിഷം നിൽക്കുമ്പോ വാപ്പ പറഞ്ഞ ചില കാര്യങ്ങൾ ബിയാന്റെ ഓർമ്മയിലേക്ക് വന്നു. ബിയാന്റെ വാപ്പയ്ക്ക് സുഖമില്ലാത്ത കാരണം കൊണ്ടായിരുന്നല്ലോ ബിയാനെ CEO ആക്കിയത്. ആ ഒരു സമയത്ത് ബിയാൻ സ്വമേധയാ ഒരു തീരുമാനമെടുത്തു. ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നതായിരുന്നു അത്. ടീമംഗങ്ങൾക്കോ സ്റ്റാഫുകൾക്കോ അതത്ര സക്സസ് ആവുന്ന ഒന്നാണ് എന്ന് തോന്നിയിരുന്നില്ല. എന്നിരുന്നാലും CEOയുടെ ഉത്തരവാണല്ലോ, അവർ അത് അംഗീകരിച്ചു. പക്ഷേ സ്റ്റാഫുകൾ പറഞ്ഞ പോലായിരുന്നു സംഭവിച്ചത്. ആ ബ്രാഞ്ച് വലിയൊരു ഫെയിലറായി മാറി. ഒടുവിൽ അത് അടച്ചുപൂട്ടേണ്ടിയും വന്നു. പക്ഷെ ബിയാന്റെ വാപ്പ അവനെ കുറ്റപ്പെടുത്തിയില്ല. അവനോട് പറഞ്ഞു, ജീവിതത്തിൽ ഇത്തരത്തിൽ ഓരോന്ന് പ്രവർത്തിക്കുമ്പോൾ തെറ്റുകളൊക്കെ സംഭവിക്കാം. പക്ഷെ ഓരോ തെറ്റുകളിൽ നിന്നും പാഠം പഠിക്കണം. മുമ്പോട്ടുള്ള ജീവിതത്തിൽ കൂടുതൽ ഗൗനം ചെലുത്തണം. ബിയാൻ തിരികെ പോവാനായി ഇറങ്ങുമ്പോഴേക്കും ഡാർമി ഒരു ലഞ്ച് ബോക്സുമായി വന്നിരുന്നു. താരി തയ്യാറാക്കിയ ലഞ്ച് ബോക്സ് ബിയാന് ഡാർമി കൈമാറി. ബിയാൻ ലഞ്ച് ബോക്സുമായി നേരെ ഓഫീസിലേക്ക് പോയി. ഓഫീസിലിരിക്കുമ്പോ ലഞ്ച് ബോക്സ് നോക്കിക്കൊണ്ട് അവൻ വിതുമ്പാൻ ആരംഭിച്ചു. ലഞ്ച് ബോക്സ് അവൻ ഓപ്പൺ ചെയ്തു. ആ സമയം പഴയൊരോർമ്മ അവന്റെ ഉള്ളിലേക്ക് ഓടിയെത്തി. മുമ്പൊരു ദിവസം ബിയാനും താരിയും ഫാത്തിഹും വല്യച്ഛനും വല്യമ്മയും ഒന്നിച്ച് സന്തോഷത്തോടെ ലഞ്ച് കഴിക്കുകയായിരുന്നു. അവരൊന്നിച്ച് ഏറെ ഹാപ്പിയായി സംസാരിച്ചുകൊണ്ടൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നു. ആ ഓർമ്മ ബിയാന്റെ കണ്ണു നിറച്ചു. അന്ന് രാത്രിയിൽ താരി വല്യച്ഛൻ
വല്യച്ഛനും വല്യമ്മയ്ക്കും ഫാത്തിഹിനുമൊപ്പം ഡിന്നർ കഴിക്കുകയാണ്. ബിയാനുമായി പിരിയുന്നതിൽ താരിക്ക് വലിയ മനോവിഷമമുണ്ടായിരുന്നു. വേദനയോടെയായിരുന്നു അവൾ ഭക്ഷണം കഴിക്കാനിരുന്നത്. താരിയുടെ വല്യച്ഛനും വല്യമ്മയും അത് നോക്കിക്കാണുന്നുമുണ്ട്. മറുവശത്ത് ഓഫീസിൽ നിന്നും ബിയാൻ വീട്ടിലേക്ക് എത്തി നേരെ ബെഡിലേക്ക് വീണു. മകനെയും താരിയെയും ഓർത്ത് അവൻ വേദനിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ പോയ പിക്നിക്കിൽ ബീച്ചിൽ വെച്ചെടുത്ത ഫോട്ടോ തന്റെ ഫോണിൽ അവൻ നോക്കി. ആ സമയം പിക്നിക് സമയത്തെ ഒരു ഓർമ്മ ബിയാന്റെ ഉള്ളിലേക്ക് ഓടി വന്നു. ബീച്ചിൽ വെച്ച് താരിയും ഫാത്തിഹും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബിയാനാണെങ്കിൽ അവിടെ ഇരുന്ന് ജോലിക്കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ സമയമാണ് ഫാത്തിഹ് താരിക്കടുത്ത് എനിക്ക് വാപ്പയ്ക്കൊപ്പം കളിക്കണം എന്ന് പറയുന്നത്. ആ കാര്യം താരി വന്ന് ബിയാൻ അടുക്കൽ പറഞ്ഞു. ഞാൻ കുറച്ചധികം വർക്ക് പ്രഷറിലാണെന്നും ജോലി തീർക്കാനുണ്ട് എന്നുമായിരുന്നു ബിയാന്റെ മറുപടി. വാപ്പ തന്റെ കൂടെ കളിക്കാൻ വരില്ല എന്ന് കണ്ടതും ഫാത്തിഹിന് ദേഷ്യം വന്നു. താനുണ്ടാക്കിയ മണൽ വീട് ഫാത്തിഹ് ചവിട്ടി നശിപ്പിച്ചു കളഞ്ഞു. അത് കണ്ട് താരിക്ക് വിഷമം വന്നിരുന്നു. താരി ബിയാനോട് പറഞ്ഞു, നിങ്ങൾ അവന്റെ കൂടെ കളിക്കാൻ ചെല്ലില്ല എന്ന് കേട്ട് അവൻ ആ മണൽ വീടുകൾ ഉടച്ചു കളഞ്ഞു. പക്ഷെ ഉടഞ്ഞത് ആ മണൽ വീടുകൾ മാത്രമല്ല, അവന്റെ മനസ്സുകൂടിയാണ്. പാരന്റ്സായ നമ്മൾ വേണം മക്കളുടെ കൂടെ ഓരോ നിമിഷവും സന്തോഷത്തോടെ ചെലവഴിക്കാൻ. അവരതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഇതുപോലുള്ള നിമിഷങ്ങൾ കിട്ടുമോ എന്ന് പോലും അറിയില്ല. ഒരാളുടെ അടുക്കൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്നേഹം ലഭിച്ചില്ലെങ്കിൽ അതൊരുപാട് വേദന ഉണ്ടാക്കുന്നതാണ്. എല്ലാ കാലത്തും ആ വേദന നിലകൊണ്ടുകൊണ്ടേയിരിക്കും. ആ ഓർമ്മകൾ ബിയാന്റെ കണ്ണുകൾ നിറച്ചിരുന്നു. അടുത്ത ദിവസം ഹിജ്റ എക്സ്പോയുടെ ഭാഗമായി സൽമാനും സാറയും ഒന്നിച്ച് ഒരു മസ്ജിദിലായിരുന്നു. അവിടെ നിന്നവർ പുറത്തേക്കിറങ്ങി വരുമ്പോ സാറ മസ്ജിദിനകത്ത് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ബിയാനെ കണ്ടു. ഇതേ സമയം മറുവശത്ത് താരി തന്റെ സുഹൃത്ത് അമിയെ കണ്ട് സംസാരിക്കുകയായിരുന്നു. താരി പറഞ്ഞു, നടക്കുന്ന കാര്യങ്ങളിൽ എന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്നാ എനിക്ക് തോന്നുന്നത്. അന്ന് ഒരു ഹൗസ് വൈഫായി ഫാത്തിഹിനെ നോക്കിക്കൊണ്ട് വീട്ടിൽ തന്നെ ഞാൻ തുടർന്നിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. അങ്ങനൊന്നും പറയാൻ പറ്റില്ല. സംഭവിക്കുന്നതൊക്കെ നല്ലതിനാണെന്ന് കരുതാം. അള്ളാഹുവിന് ഓരോ തീരുമാനങ്ങൾ കാണും. നീ വേദനിക്കണ്ട എന്ന് പറഞ്ഞ അമ്മി താരിയെ സമാധാനിപ്പിച്ചു. മുമ്പ് നടന്നൊരു കാര്യം നിനക്ക് ഓർമ്മയില്ലേ? നിങ്ങൾ വഴക്കടിച്ച് ബിയാനുമായി പിരിയണമെന്ന് പറഞ്ഞ് നീ റിലീജിയസ് കോർട്ടിലേക്ക് പോവാനിറങ്ങിയതാണ്. പക്ഷെ അന്ന് വഴിമാറി നീ വേറെ എങ്ങോട്ടേക്കോ പോയി. അന്ന് നിങ്ങളുടെ വിവാഹമോചനമോ ഒന്നും നടന്നില്ല. ഇത്തവണയും അതുപോലെ സംഭവിച്ചുകൂടാതില്ലല്ലോ. അമ്മി പറഞ്ഞത് കേട്ടതും താരി പറഞ്ഞു, നീ പറയുന്നതൊക്കെ ആശ്വാസം നൽകുന്നതാണ്. പക്ഷെ റിലീജിയസ് കോർട്ടിനെ പറ്റിയും വിവാഹമോചനത്തെ പറ്റിയും ഒക്കെ ചിന്തിക്കുമ്പോ എനിക്കൊട്ടും പറ്റുന്നില്ല. പോട്ടടാ, എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് വേദനിക്കുന്ന താരിയെ അമ്മ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. മറുവശത്ത് പ്രാർത്ഥന കഴിഞ്ഞ് ബിയാൻ മസ്ജിദിൽ നിന്ന് പുറത്തേക്കിറങ്ങുകയായിരുന്നു. സാറ ബിയാന്റെ അടുത്തേക്ക് വന്ന് സംസാരിച്ചു. സാറയെ കണ്ടതും ബിയാൻ ചോദിച്ചു, നീ എന്താ ഇവിടെ? ഞാനിവിടെ ഹിജ്റ എക്സ്പോ കമ്മിറ്റിയിലുണ്ട്. അതിന്റെ ഒരു മീറ്റിംഗ് ആവശ്യത്തിന് വന്നതാ. നീ എന്താ മസ്ജിദിൽ വന്നേ? ഞാൻ സാധാരണ രീതിയിൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നതാ, പ്രത്യേകിച്ചൊന്നുമില്ല. ബിയാൻ ദുഃഖിതനാണെന്ന് സാറ ശ്രദ്ധിച്ചിരുന്നു. സാറ പറഞ്ഞു, ജീവിതത്തിൽ എന്തു വലിയ ദുഃഖം വന്നാലും അത് ദൈവത്തിങ്കൽ അർപ്പിച്ചാൽ മതി, ബാക്കിയൊക്കെ അവൻ നോക്കിക്കോളും. ബിയാന് ചെറിയൊരു ആശ്വാസം തോന്നി. സാറ പറഞ്ഞതൊക്കെ കേട്ട് ബിയാൻ യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. വൈകാതെ റിലീജിയസ് കോർട്ടിലേക്ക് കേസിന്റെ കാര്യത്തിന് പോവേണ്ടുന്ന സമയമായിരുന്നു. ബിയാൻ കോർട്ടിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ പഴയ കാര്യങ്ങൾ ബിയാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഓഫീസിൽ വർക്കുകളൊക്കെ ഒരുപാട് പെൻഡിംഗ് ആയിരുന്നു. സ്റ്റാഫുകൾ തീർത്തും ഉത്തരവാദിത്തമില്ലാതെയായിരുന്നു ആ ജോലി ചെയ്തത്. അതിന്റെ പേരിൽ രാത്രി വൈകിയും ബിയാൻ ഓഫീസിലിരുന്ന് ജോലി ചെയ്യേണ്ട വന്നു. ബിയാൻ അങ്ങനെ വൈകുന്നതും ഓഫീസ് കാര്യം മാത്രം നോക്കുന്നതുമായി ബന്ധപ്പെട്ട് താരിക്കും ബിയാനുമിടയിൽ അതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടായിരുന്നു. വൈകാതെ താരിയും ബിയാനും ബന്ധുക്കളും റിലീജിയസ് കോർട്ടിലെത്തി. കോർട്ടിൽ വെച്ച് താരിയുടെ വല്യച്ഛനായിരുന്നു നടന്ന കാര്യങ്ങളും തൊലാക്കിനെ സംബന്ധിച്ച വിവരങ്ങളും ജഡ്ജിമാർക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ഓരോ കാര്യങ്ങളും വല്യച്ഛൻ പറയുമ്പോ ബിയാന്റെ ഓർമ്മകൾ പഴയ കുറെ സംഭവങ്ങളിലേക്ക് പോയി. അവരെല്ലാവരും ഒന്നിച്ച് പിക്നിക്കിന് പോയ സമയം. അന്ന് ഓഫീസിൽ നിന്ന് പ്രശ്നക്കാരനായ ഒരു എംപ്ലോയി വിളിച്ചിരുന്നു. ആ എംപ്ലോയിയുടെ ഒരു മാസത്തെ സാലറി ജോലിയിലെ വീഴ്ച കാരണം ബിയാൻ കട്ട് ചെയ്തിരുന്നു. ബിസിനസ് ഡീലിംഗ്സും മുടക്കിയിരുന്നു. അതിന്റെ പേരിൽ ആ എംപ്ലോയി ഷൗട്ട് ചെയ്തു, എന്റെ സാലറി നിങ്ങൾ കട്ട് ചെയ്തത് എന്തിനാണ്? എന്നെ ബിസിനസ്സിൽ നിന്ന് വിലക്കിയത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ച് ബിയാനെതിരെ കനത്തതെന്തെങ്കിലും ചെയ്യും എന്നൊക്കെ അയാൾ ഭീഷണിപ്പെടുത്തി. എന്റെ മുൻ കമ്പനിയിൽ താൻ ജോലി ചെയ്തിരുന്നെങ്കിൽ ഒക്കെ നന്നായേനെ എന്നും അയാൾ പറഞ്ഞിരുന്നു. അന്ന് പ്രഷർ താങ്ങാനാവാതെയായിരുന്നു ബിയാൻ തന്റെ ഫോൺ തല്ലിപ്പൊട്ടിച്ചത്. പിന്നീട് ബിയാന്റെ സൂപ്പർ മാർക്കറ്റിൽ ഒരു ഫയർ ആക്സിഡന്റ് സംഭവിച്ചല്ലോ. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് അതേ എംപ്ലോയി തന്നെയായിരുന്നു. ബിയാനെതിരെ അയാൾ മനഃപൂർവ്വം പകരം വീട്ടൽ പോലെ ചെയ്തതായിരുന്നു അത്. ബിയാൻ ആലോചനകളിൽ മുഴുകിയിരിക്കുമ്പോ ജഡ്ജ് ബിയാനെ ആവർത്തിച്ച് വിളിക്കുന്നുണ്ടായിരുന്നു. വിളികേട്ട് ഒരു നിമിഷം ഓർമ്മയിൽ നിന്ന് ഞെട്ടി ബിയാൻ ജഡ്ജസിനെ നോക്കി. ജഡ്ജ് പറഞ്ഞു, നിങ്ങൾ ചെയ്ത പ്രവൃത്തികൾ താരിയുടെ വല്യച്ഛൻ കോടതിയോട് വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും ചെയ്തതും പറഞ്ഞതും അത്രയും വലിയ തെറ്റ് തന്നെയാണ്. ജഡ്ജി താരിയുടെ നേരെ തിരിഞ്ഞു. താരിക്ക് എന്താണ് പറയാനുള്ളത്
എന്ന് ജഡ്ജസ് തിരക്കി. കോടതി എന്താണോ വിധിക്കുന്നത് മതാനുഷ്ഠാന പ്രകാരം അത് അംഗീകരിക്കാൻ താൻ ബാധ്യസ്ഥയാണ് എന്നായിരുന്നു താരിയുടെ മറുപടി. അടുത്ത ഞായറാഴ്ച തങ്ങൾ വിധി പ്രഖ്യാപിക്കുന്നതാണ് എന്ന് ജഡ്ജി അവരെ അറിയിച്ചു. അതെല്ലാം കേട്ട് ബിയാൻ വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. അന്ന് കോടതിയിലെ വ്യവഹാരങ്ങളൊക്കെ കഴിഞ്ഞതും ബിയാൻ പഴയ വീട്ടിലേക്ക് ചെന്നു. ആ വീട് പുറത്തുനിന്ന് കണ്ടതും ബിയാൻ ഒരുപാട് വേദനിക്കുന്നുണ്ടായിരുന്നു. ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ വാങ്ങിയ വീട്, ആ വീടിപ്പോൾ തനിക്ക് അന്യമായി നിൽക്കുന്നു. ബിയാനെ കണ്ടതും ഫാത്തിഹ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ബിയാനും തന്റെ മകനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇനി ഒരിക്കൽ കൂടി മകനെ ഇതുപോലെ ഹക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുപോലും ബിയാൻ ഉറപ്പുണ്ടായിരുന്നില്ല. തന്റെ മകനോട് വേദനയോടെ ബിയാൻ സംസാരിച്ചു. ബിയാന്റെ വാക്കുകൾ കേട്ട് ഡർമിയുടെ കണ്ണുകൾ വരെ നിറയുന്നുണ്ടായിരുന്നു. വീട്ടിലെ ബിയാന്റെ ബാക്കിയുള്ള വസ്ത്രങ്ങളും മറ്റ് സാമഗ്രികളും അടങ്ങിയ വലിയ പെട്ടി ഡർമി ബിയാന് കൈമാറി. താരി അങ്ങോട്ടേക്ക് വന്നിരുന്നു. താരിയും ബിയാനോട് ഗുഡ് ബൈ പറയാൻ ഒരുങ്ങി. പക്ഷേ ബിയാന് ഗുഡ് ബൈ എന്ന് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് താരിയെ കെട്ടിപ്പിടിച്ച ബിയാൻ അവിടെ വെച്ച് കരയാൻ തുടങ്ങി. കുറച്ചധികം നേരം താരിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ബിയാൻ നിന്നോട് എനിക്ക് ഗുഡ് ബൈ പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോന്നു. ബിയാൻ പോന്ന ശേഷം താരിയും പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. നിന്നെടുത്ത് തന്നെ മുട്ടുകുത്തി ഇരുന്നു പോയ അവൾ വേദനയോടെ കരഞ്ഞുകൊണ്ടിരുന്നു. ആ ദൃശ്യങ്ങളോടെ രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. തുടർന്ന് കാണുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. തുടർച്ചയായ ദിവസങ്ങളിൽ അടുത്തടുത്ത എപ്പിസോഡുകൾ വരുന്നതായിരിക്കും. നിങ്ങൾ കാണുമ്പോഴേക്കും എപ്പിസോഡുകൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.